ഇത് കിളക്കല് കഴുകല് കളത്തിരിടല് പുഴുങ്ങല്. ഇന്ന് കുങ്കോട്ടെടുത്ത് റെഡിയാന്നല്ലേ ചേമ്പ് കളക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് മുന്നേ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ട് കൂടിയേ തീരൂ. ഞാനുണ്ടല്ലോ ഉച്ചക്ക് കിടന്നുറങ്ങിയതാണ്. കിടന്നുറങ്ങാൻ എന്നെ വിടുന്നില്ല. എണീക്ക് ആരാ പറഞ്ഞ് വയറ്റിൻ്റെ ഉള്ളിൽ നിന്ന് വേസ്റ്റിട്ട് വൈകുന്നേരം അതിൻ്റെ ചായര കടിക്കുന്ന നമുക്ക് ചേമ്പ് കളിച്ചാലോ. ചേമ്പ് പറിച്ചിട്ട് പുഴുങ്ങി തിന്ന് നിങ്ങളെ ഞാൻ കാണിക്കും. എന്നാ വാ, നമ്മൾ അടുപ്പിൻ്റെ അടുത്ത് തന്നെയുണ്ട് കേട്ടോ ചേമ്പ്. നമുക്കിത് കളിച്ച് നോക്കാം. ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നാ തോന്നുന്നേ. പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. എല്ലാം പൊട്ടീനട്ടാ. കുഞ്ഞു ചേമ്പാണ്. പാത്രം എടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ചേമ്പ് കളക്കലൊരു ഹരാന്നല്ലേ. ഇത് ഞാൻ കണ്ടതാ അടുപ്പ് കണ്ട് നിങ്ങൾ നോക്കിയാട്ട് എൻ്റെ അടുപ്പിൻ്റെ അടുത്തുള്ള ചേമ്പാണ്. അടുപ്പത്ത് വെള്ളം ഇങ്ങനെ തിളച്ച് കുറുകുന്നുണ്ട്. ഇത് കിളക്കല് കഴുകല് കളത്തിരിടല് പുഴുങ്ങല്. എന്താ പറയുക, ചേമ്പങ്ങ് പറിച്ചിട്ട് എടുക്കട്ടെ. കുറേ ഉണ്ട് കേട്ടോ, ഇല്ലാണ്ടൊന്നുമില്ല. ഇത്ര പൊരിയ കിട്ടിയിട്ട് കേട്ടാ. ഇനി നമുക്കൊരു ചാക്കലും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് ഉണ്ടോ നോക്കാം. ചാക്കല് ചേമ്പുണ്ട് കേട്ടോ നട്ടത്. കണ്ടില്ലേ, ഒരുപാട് വിതച്ചിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇഷ്ടംപോലെ ഇവിടെ ചേമ്പുണ്ടായിരുന്നു കേട്ടോ. ആരോ എന്നെ മുന്നിലുള്ളവർ നട്ടതാണ്. കൃഷിയോട് താല്പര്യമില്ല ആൾ. പക്ഷെ ഞാൻ വന്നേ പിന്നെ അതൊരു ഓർഡറാക്കി വളപ്പിലെല്ലാം പിന്നെ നട്ട് മഴക്കാലത്ത് നട്ട് വെണ്ണീരെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ആക്കിയത് ഞാനാണ് കേട്ടോ. ഒന്നുമില്ല, അത്രേ ഇല്ലു. മതിയല്ലേ നമുക്കെല്ലാം കൂടി ഒരിക്കൽ പുഴുങ്ങാം. നമുക്കിത് പുഴുങ്ങേണ്ട സെറ്റപ്പ് ആക്കിയാലോ. അടുത്ത മഴക്കാലത്ത് നമുക്കിതിൽ കുഴിച്ചിടാം കേട്ടോ. ഇപ്പം മണ്ണിൽ അവൻ്റെ മാരി പൊത്താം കണ്ടോ. നമുക്കിത് കഴുകാലോ. ടപ്പേന്ന് കഴുകല്. ഒന്നിനും താമസമൊന്നുമില്ല കേട്ടോ. എല്ലാം കഴുകി ഇതിൻ്റെ തോല് കളഞ്ഞിട്ട് നമുക്ക് നല്ല വൃത്തിക്ക് വട്ടങ്ങനെ അരിഞ്ഞിട്ടെല്ലാം വേഗം ആക്കാൻ. പക്ഷെ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെ ഉപ്പിട്ടങ്ങ് പുഴുങ്ങിയിട്ട് കന്തരിച്ച മന്തി കൂട്ടിയിട്ട് അടിക്കൽ. നമുക്കിത് ഒരുപാട് വെള്ളത്തിൽ കഴുകേ. വെള്ളമൊന്നും കളയണ്ട, അടിയിലെല്ലാം ഒഴിച്ചു കൊടുക്കാം. നല്ലോണം കഴുകണം കേട്ടോ. നിറയെ മണ്ണല്ലേ, അത് നല്ല വൃത്തി കഴുകാം. തോലോടെ പുഴുങ്ങുമ്പോൾ പ്രത്യേകിച്ചും കഴുകണം. കാരണം മണ്ണിൽ വെള്ളത്തിൽ മണ്ണായാൽ പുഴുങ്ങുമ്പോൾ പിന്നെ അത് ചേമ്പിനെ ബാധിക്കൂലേ. എല്ലാം ശരിക്കും കഴുകി എടുക്കട്ടെ കേട്ടോ. നല്ലോണം തിളച്ചിട്ടുണ്ടേ വെള്ളം. ആരെങ്കിലും ഉണ്ടെങ്കിൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് ചേമ്പ് കളക്കാൻ വേണ്ടി പോകുന്നത്. ചേമ്പ് കളക്കുന്ന സമയം കൊണ്ട് വെള്ളം നല്ല തിളച്ച് കുറുകല. അത് നല്ല കഴുകി വൃത്തിയാക്കിയ ചേമ്പ് നമുക്കിതിങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല വേവുണ്ട് ചേമ്പിന്. തോല് കളിഞ്ഞ് മുറിച്ചിട്ടാണെങ്കിൽ വേവൊന്നുമില്ല കേട്ടോ. വേഗം നമുക്കതാവും. ഒന്ന് തിളക്കട്ടെ. തിളച്ചിട്ട് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ. അതാ നമുക്ക് ഉപ്പിട്ട് കൊടുക്കേ. കുറച്ചധികം തന്നെ ഉപ്പിട്ട് കൊടുക്കാം. കാരണം നമ്മൾ വെള്ളം ഊറ്റി കളി അവസാനം വേവട്ടെ കേട്ടോ. ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞ് നോക്കിയാൽ മതി. അടേ കിടന്ന് ശാന്തമായിട്ട് വേവട്ടെ സമാധാനത്തോടെ. ഇതായിട്ട് വേണം മക്കളെ കാന്താരിയും കൂട്ടിട്ട്. ചേമ്പ് വന്നിട്ടുണ്ടോ നോക്കാട്ടാ. വേവേണ്ട സമയമായിന്. ഇതാ തീയെല്ലാം കെട്ടുപോയിന് കേട്ടാ. ഇത് പപ്പടം കുത്തിയാന്ന് കേട്ടാ. വേണ്ടടേ കേട്ടാ. എല്ലാം വന്നിന് നോക്കട്ടെ. അതുപോലെ എല്ലാം നല്ല പാകത്തിന് വന്നിന് കേട്ടാ. നമുക്കിത് വാങ്ങിയിട്ട് ഇതാ കണ്ടില്ലേ. ഞാൻ കാന്താരി ചമ്മന്തി ഇറക്കാൻ വേണ്ടി പോകുന്നതാ. ചെറിയുള്ളി നല്ലോണം പിന്നെ കാന്താരി വെള്ളക്കാന്താരി അതെ, ഉപ്പ് ലേശം വെളിച്ചെണ്ണ, കാന്താരി അടിച്ചിട്ട് വരാം. എന്നിട്ട് നമുക്ക് ചേമ്പും കൂട്ടി തട്ടാം. ചേമ്പ് വെന്ത് പാകമായിട്ടുണ്ട് കേട്ടാ. നമുക്കെല്ലാം കുത്തി എടുക്കാം കേട്ടാ. നോക്കിയാട്ടതാ കണ്ടില്ലേ. ഇത് തണിയാണ് തിന്നാൻ പറ്റില്ല. നമ്മൾ ആവശ്യത്തിന് എടുക്കാം കേട്ടാ. ബാക്കി നമുക്ക് വെള്ളം ഊറ്റിയിട്ട് എടുക്കാം. ചേമ്പെല്ലാം ഞാൻ പൊളിച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ. നമുക്കുണ്ടല്ലോ എന്താ നല്ല എരിവുള്ള കാന്താരിച്ചാൽ മതി. നല്ല പച്ച വെളിച്ചെണ്ണയിൽ നിന്ന് വെച്ചാൽ കാന്താരിച്ചാൽ മതി. കുറച്ചെടുക്കാം. ഇതൊക്കെ ഇതൊന്ന് പൊട്ടിക്കേ. നല്ല ചൂടുണ്ട് മക്കളെ, നല്ല ചൂടുണ്ട്. നല്ല വെണ്ണ പോലെ കണ്ടതാ. കണ്ടാ നല്ല വെണ്ണ പോലെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ചേമ്പ്. ചില ചേമ്പ് വേവൂലേ, നല്ലോണം വേവുന്ന ചേമ്പാണ്. പിന്നെ ഇതാ ചേമ്പ് പുഴുങ്ങിട്ട് നമ്മൾ കട്ടൻ ചായയില്ലാണ്ട് എന്തെന്ന് ചേമ്പ് പുഴുങ്ങൽ മക്കളതാ. എന്നാ സുഖം. നിങ്ങളിങ്ങനെ വൈകുന്നേരമെല്ലാം പുഴുങ്ങി തിന്നുണ്ടാവും അല്ലേ ചേമ്പിലവർ. എന്നാൽ ഗീത ഇത് മുഴുവൻ തിന്ന് തീർക്കാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം ചെയ്യണം. അല്ല എല്ലാവരും കണ്ടോളി. ഞാനിത് ഇപ്പം തീർക്കും.